അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് എന്തൊക്കെയാ റാഹത്തന്നല്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മളിപ്പോൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരുന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തിനാണ് ഉയർത്തുന്നത്, അത് എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചൂണ്ടുവിരൽ ഉയർത്തുന്നുണ്ട്. ഈ ചൂണ്ടുവിരൽ ഉയർത്തുന്നതിൻ്റെ പൊരുളെന്താണ്, രഹസ്യം എന്താണ്? അതുപോലെ തന്നെ ചൂണ്ടുവിരൽ തന്നെ ഉയർത്താൻ കാരണം എന്താ? ഈ വിരലാക്കിക്കൂടെ. ഇതൊക്കെയാണ് ഇപ്പോൾ ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത്. മഹാനായ ഇബ്നു മുലക്കിൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൻ്റെ ഷറഹാണ് ഉജാലത്തുൽ മുഹ്താജ് ഇലാ തൗജീഹിൽ മിൻഹാജ്. ഈ കിതാബിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 214-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട്. ഒരുപാട് ഫിഖ്ഹിൻ്റെ കിതാബിലുണ്ട്, ഒന്നും കൂടി വളരെ വ്യക്തമായിട്ട് മറുപടിയായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, വൽ ഹിക്മത്തു ഫീ ദാലിക, ഇങ്ങനെ കൈ ഉയർത്തുന്നതിന്, അതായത് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ തന്നെ കൈ കൊണ്ട് ഉയർത്താൻ വേണ്ടി പറഞ്ഞില്ലേ, അതിൻ്റെ ഹിക്മത്ത് എന്താണ്, രഹസ്യമെന്താ, പൊരുളെന്താ? ഹുവ ഇഷാറത്തുൻ ഇലാ അന്നൽ മഅബൂദ സുബ്ഹാനഹു വ തആല വാഹിദുൻ ലി ഇജ്മഅ ഫീ തൗഹീദിഹി ബൈനൽ ഖൗലി വൽ ഫഇലി വൽ ഇഅ്തിഖാദി. എല്ലാ നിലക്കും, പ്രവർത്തന നിലക്കും അതുപോലെ തന്നെ നമ്മുടെ വാക്കാൽ നിലക്കും നമ്മുടെ വിശ്വാസ നിലക്കും ഒക്കെ അള്ളാഹുവിൻ്റെ തൗഹീദ്, അതിനെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു തആല ഒരുവനാണ്, ഏകനാണ്, ആരാധിക്കാൻ അർഹനാണ് എന്നുള്ളതാണ് ഈ പറയുന്ന കൈ ഉയർത്തുന്നതുകൊണ്ട് ഉദ്ദേശം വെക്കുന്നത്. എന്നിട്ട് പറയുന്നു വ അമ്മർ റഫ്ഉ ഇൻദൽ ഹംസത്തി, നമ്മൾ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ആ ഇ എന്ന് പറയുന്ന സമയത്താണ് ഉയർത്തേണ്ടത്. ഇ എന്ന് പറയുന്ന ആ ഹംസ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താണ് കൈ ഉയർച്ചൽ വരണം. കാരണം ഫലി അന്നഹു ഹാലു ഇസ്ബാത്തുൽ വഹദാനിയത്തില്ലാഹി തആല, അല്ലാഹു തആല ഒരുവനാണ് എന്ന് സുബൂത്താക്കലാണ് അതിൽ കരസ്ഥമാക്കി വരുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കും, ഈ ചൂണ്ടുവിരൽ തന്നെ ഇതിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഈ വിരലാക്കിക്കൂടായിരുന്നോ, പലതും ആക്കിക്കൂടായിരുന്നോ? വൽ ഹിക്മത്തു ഫി ഇഖ്തിസാസി സ്വബാബത്തി ബിദാലിക, ഉണ്ടോ, അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ചൂണ്ടുവിരൽ തന്നെ അതുകൊണ്ട് തന്നെ ആക്കണം എന്നുള്ളത് അങ്ങനെ വന്നതിൻ്റെ കാരണം അന്നലഹ ഇത്തിസാലം ബിൻ നിയാത്തിൽ ഖൽബി, ഈ വിരൽ നമ്മുടെ ഹൃദയ ഞരമ്പുമായിക്കൊണ്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ വിരലും നമ്മുടെ ഹൃദയവുമായിക്കൊണ്ട് നല്ല സാന്നിധ്യമുള്ള വിരലാണ്. അത് ഒരുപാട് ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൃദയവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിരലാണ് കൂടുതൽ, അതിൻ്റെ ഹൃദയ ഞരമ്പുകളുമായിട്ട് ബന്ധിക്കുന്ന ഒരു വിരലായതുകൊണ്ട് അപ്പോൾ ഇത് ഉയർത്തുമ്പം ഹൃദയത്തിലേക്ക് എന്തുണ്ടാകും, ഒരു വലിവുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഫക്ക അന്നമ സബുൽ ഹുലൂരി, കണ്ടോ. അപ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഹാദറായി വരില്ല ഇപ്പോൾ ഒക്കെ, അപ്പോൾ അത് നല്ലൊരു കാരണമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചൂണ്ടുവിരൽ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ഇബ്നു മുലക്കിൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ വേറെയും ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും ഉണ്ട് എന്ന് മഹാനായ ഇമാം ഷർഖാവി റളിയല്ലാഹു അൻഹു ഹാഷിയത്തു ഷർഖാവിയിൽ പറയുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുൽ ഇസ്ലാം, വലിയ മഹാനാണ്. ആ ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന സക്കരിയ അൻസാരി തങ്ങളുടെ ഒരു കിതാബുണ്ട് തുഹ്ഫത്തുൽ തുല്ലാബ്, അതിൻ്റെ ഒരു ഷറഹാണ് ഈ പറയുന്ന ഹാഷിയത്തു ഷർഖാവി, ഇമാം ഷർഖാവി തങ്ങളുടെ. ഈ ഹാഷിയത്തു ഷർഖാവിയുടെ 1-ാം വാള്യത്തിൻ്റെ 445-ാമത്തെ പേജിൽ വേറെയും കാരണങ്ങൾ പറയുന്നത്, ഇതൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബാണ്. ഈ കൈ ഉയർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വക്കീല വേറെയും പറയപ്പെടുന്ന അഭിപ്രായങ്ങളുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലുണ്ടായൊരു സംഭവമാണ് അവർ പറയുന്നത്. ലമ്മാ ദഖല ആദം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ജന്നത്ത, അള്ളാഹു താല ആദം നബിനെ സ്വർഗത്തിൽ പാർപ്പിച്ചപ്പോൾ അള്ളാഹു താല ആദം നബിക്ക് കൊടുത്തിട്ടുണ്ട് താജ ദൗലത്തി വ ലിബാസൽ കറാമത്തി, കറാമത്തിൻ്റെ വസ്ത്രത്തെയും അത് ബഹുമതിയുടെ വസ്ത്രത്തെയും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ കിരീടത്തെയും ഒക്കെ ആദം നബിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു തആല ആദം നബിക്ക് കൊടുത്തു നൂറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ പ്രകാശത്തെ കൊടുത്തിട്ടുണ്ട്.
നബിതങ്ങളെ പ്രകാശത്തെ കൊടുത്തു. ആർക്ക്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക്. വതനവ്വറത്തിൽ ജന്നത്തു ബിനൂരിഹി, നബിതങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇങ്ങനെ സ്വർഗം മൊത്തം പ്രകാശിച്ചു പോയി എന്നാണ് പറയുന്നത്. ഓ, ആരാ? മഹാനായ അരമ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ മഹാനല്ലേ. അല്ലാഹു തആല അവിടുത്തെ കൊണ്ട് നമ്മൾക്ക് നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ നബിതങ്ങളുടെ പവറും ദർജയും അല്ലാഹു തആല ഏറ്റി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? ആ പറയുന്ന സ്വർഗം ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങി. ഹത്ത ഇന്നഹു റആഹ കുല്ലഹ ബിബറക്കത്തി ദാലിക നൂരി. കണ്ടോ, ഈ സ്വർഗം ഇങ്ങനെ പ്രകാശിച്ചു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആ പ്രകാശത്തിനാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗം കണ്ട് കാണുകയാണ്. ഫതഅജ്ജബ മിൻ ദാലിക, അത്ഭുതപ്പെട്ടു പോയി. ആദം നബിക്കും അല്ലാതെ അത്ഭുതമാകാതെ അത്ഭുതം തന്നെയല്ലേ. അങ്ങനെ വലം യസ്തഖിറ ഫീ മൗളിഇൻ മിൻ ബദനിഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൽ ആ പ്രകാശം ഉറച്ചു നിന്നിട്ടില്ല, അവിടെ ഉറച്ചിങ്ങനെ നിൽക്കുകയല്ല. ഹത്താ ദഹബ മിൻ ജബ്ഹതിഹി ഇലാ കതിഫിഹിൽ ഐമൻ, അങ്ങനെ എന്ത് ചെയ്തു? അത് നെറ്റിയിലേക്ക് വന്നു, നെറ്റിയിൽ നിന്നിട്ട് ഇറങ്ങി എവിടേക്ക്? ഈ നെറ്റിത്തടത്തിലേക്ക് വന്നിട്ട് ഇലാ കതിഫിഹിൽ ഐമൻ, വലത്തെ ഈ പറയുന്ന തോളിലൂടെ അങ്ങോട്ട് ഇറങ്ങി. വമിൻഹു ഇലാ റഅസി സബ്ബാബത്തിഹി, എന്നിട്ട് എന്ത് ചെയ്തു? ചൂണ്ടുവിരലിൻ്റെ ഈ തെല്ലിൽ പോയി നിന്നു. ഫലമ്മൻതഹ ഇലാ ദാലിക റഫഅഹ ഫറഅ ദാലിക നൂർ. അപ്പോൾ അത് ആദം നബി ഇങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. വറഅ ബിഹി ഹിജാബൽ മലക്കി വൽ അർശി വ അർവാഹി ജമീഇൽ ഖലായിക്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? അർശിൻ്റെ ഹിജാബിനെയും മലക്കുകളുടെയും അതുപോലെ തന്നെ സർവ്വജനങ്ങളുടെ അർവാഹുകളൊക്കെ ആ ഒരു സംഗതിയൊക്കെ കണ്ടു എന്നുള്ളതൊക്കെയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാരണം കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസുമ്മിയത്ത് സബ്ബാബത്തൻ എന്നുള്ള, സബ്ബാബത്ത് എന്നുള്ള പേര് കിട്ടിയ ഒരു കാരണക്കാരനായല്ലോ ഈ വരല്. ലി അന്നഹ സബ് റുഇയത്തി ദാലിക നൂർ, ആ പ്രകാശത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് സബ്ബാബത്ത് എന്നുള്ള പേരും കൊടുത്തു എന്നുള്ള. അപ്പോൾ അങ്ങനെയും കൂടെ എന്തുണ്ട്? അതൊരു കാരണം പറയുന്നുണ്ട്. അതാണ് ആശിത്തു ഷുർഖാബി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തുന്ന ബാബിൽ അതൊക്കെ പറയുന്നത്. ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഈ കൈ എന്നെ എടുക്കാനുള്ള കാരണം ഇബ്നു മുലക്കിൻ റളിയല്ലാഹു അൻഹു ഉജാലത്തുൽ മുഹ്താജിൽ പറഞ്ഞ എന്താ? അത് ഈ പറയുന്ന നമ്മുടെ ഹൃദയവുമായി കൊണ്ട് ബന്ധമുണ്ട്. അതേ അഭിപ്രായം ഷർഖാബി റളിയല്ലാഹു അൻഹു ആശിത്തു ഷർഖാബിയിലും പറയുന്നുണ്ട്. പറഞ്ഞിട്ട് പുറമേ വീണ്ടും ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അത്ഭുതങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഡെയിലി എത്ര നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നു. അപ്പോൾ 5 വക്ത് നിസ്കാരത്തിൽ ഇപ്പോൾ ളുഹർ നിസ്കാരമാകുമ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ ഉയർത്തും. കാരണം 2 തഹിയ്യാത്ത് വരുന്നുണ്ട്, ഒന്നാമത്തെ തഹിയ്യാത്തും അവസാനത്തെ തഹിയ്യാത്തും. അപ്പോൾ ഒരു ളുഹർ തന്നെ 2 പ്രാവശ്യം നമ്മൾ കൈ ഉയർത്തുന്നുണ്ട്. ഈ കൈ ഉയർത്തുന്നതിൻ്റെ പിന്നിൽ എത്ര രഹസ്യങ്ങളുണ്ട്, ഇനിയും ഒളിഞ്ഞു കിടക്കുന്ന എത്രയോ രഹസ്യങ്ങളുണ്ട്, നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട്, അല്ലാതെ വെറുതെ ഒന്നല്ല ഈ ചൂണ്ടുവിരലിനെ പിടിച്ചാണ്ട് അവിടെ ചൂണ്ടുവിരലിനെ ആക്കിയത്. ഒരുപാട് ഹിക്മത്തുകൾ ഇതിൻ്റെ പിന്നിലൊക്കെ കയറി വരുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കൺകുളിർമ. അല്ലാ, അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഉയർത്തലും അതുപോലെ തന്നെ നമ്മളിത് വെക്കലും. അതാണ് നിസ്കാരത്തിൻ്റെ ഖുശൂഅ്. അതല്ല നമ്മൾ തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടിയിട്ടും അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും നിസ്കാരം തന്നെ വാത്തിലായി പോകും. ചിലരൊക്കെ അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് എന്തിങ്ങനെ ആക്കണ്? ഇങ്ങനെ നിസ്കാരത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തലകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടിയിട്ടും ആയത്തൊക്കെ ഒന്ന് സൂറത്തൊക്കെ ഓതുമ്പോൾ ഇങ്ങനെ ആക്കന്നെ. നിസ്കാരം പാത്തിന് അവർ അടങ്ങിക്കണ്ടേ? നിസ്കാരത്തിൽ ഖുശൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഭക്തനാ. എന്ത് ഭക്തൻ? അതൊന്നുമല്ല. നിസ്കാരത്തിൻ്റെ കോറ് നമ്മളെപ്പോഴും പഠിച്ചു വെക്കണം. അതിൻ്റെ എല്ലാ വശങ്ങളും. അപ്പോൾ എന്ത് രസമാണ് നിസ്കരിക്കാനെന്ന്, വല്ലാത്തൊരു ആനന്ദ. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ എന്തിനാ കൈ ഉയർത്തുന്നത്, എന്തിനാ അവിടെ കൈ ഉയർത്താൻ വേണ്ടി, അങ്ങനെ ഒരുപാട് കഥകൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ അറിയുമ്പോൾ നമ്മളിങ്ങനെ ഉയർത്തുമ്പോൾ നമുക്കത് നമ്മളെ ഓട്ടോമാറ്റിക് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തബാദുറ ഇതൊക്കെ വരും. ഇതിന് പിന്നിൽ ഇങ്ങനെ രഹസ്യങ്ങൾ, ഇങ്ങനെ വെക്കണം, അങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കരുത്, അങ്ങനെ വെക്കരുത്. എന്താ രസം! അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അലം ബിസ്സവാബ്.